ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ നവീന കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് രാവിലെ നേരത്തെ വരാം. അയ്യോ വേണ്ട അമ്മേ, എനിക്ക് നവീന്റെ അടുത്ത് തന്നെ ഇരിക്കണം. പറയുന്ന കേക്ക് മോളെ. നിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും അച്ഛനും അമ്മയ്ക്കും ആശങ്ക ഉണ്ടാവില്ലേ? അതുകൊണ്ടാ പറയുന്നേ. അമ്മേ ഒരു കാര്യം ചെയ്യോ, അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയിക്കോളൂ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഏയ് അതൊന്നും ശരിയാവില്ല. മോളെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങളെങ്ങനെയാ? ഞാൻ തനിച്ചാണോ? ഇവിടെ നവീനില്ലേ? നവീൻ കൂടെ ഉണ്ടെങ്കില് പിന്നെ എന്താ അച്ഛാ? അമ്മേ ഞാൻ പറയുന്നത് കേക്ക്. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ കുളിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ വന്നാ മതി. അച്ഛാ അമ്മയും കൂട്ടിയിട്ട് പോ. അല്ല മോളെ, നവീനിപ്പോ യാതൊരു കുഴപ്പമില്ല. ഞാനിവിടുന്ന് വീട്ടിലേക്ക് പോയാ ഒന്നുണന്നാ പിന്നെ നവീൻ ഉറങ്ങില്ല. അവിടെ ചെന്നിരുന്ന എനിക്കും പിന്നെ ഉറക്കൊന്നും കിട്ടില്ല. ഇതാവുമ്പോ നമുക്ക് എല്ലാവർക്കും ഉറങ്ങാം. അമ്മേ ചെല്ലു. എന്താ നന്ദേട്ടാ? അച്ഛൻ അതിനി മറുപടി പറയാനോ ഇവിടെ തന്നെ നിൽക്കാനോ നോക്കണ്ട. രണ്ടുപേരും പോയേ പറ്റൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ വിശ്രമം വേണ്ടേ? ഉള്ളില് എന്ത് സങ്കടത്തോടെ നിന്നിരുന്നെന്ന് എനിക്കറിയാം. എങ്കിൽ നമുക്ക് പോവാൻ സുമിത്രേ. ശരി മോളെ. ശരി മോളെ. അമ്മേ ഞാൻ നവീന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്താടോ? ദൈവത്തിന്റെ അനുഗ്രഹമുള്ളൊരു കുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വരണമെന്നായിരുന്നു പ്രാർത്ഥന. ദൈവം തന്നെ അവതാരം എടുത്ത് ഇറങ്ങി വരുമെന്ന് കരുതിയില്ല. അവൾക്ക് അങ്ങനെ പെരുമാറാനെ പറ്റൂ സുമിത്രേ. അവള് കണ്ടതും ശീലിച്ചതൊക്കെ അതാ. ഇനിയിപ്പൊ നമ്മൾ ആരും ഇല്ലെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. മോൾ അവന്റെ അടുത്തുണ്ടായാ മതി. ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് എനിക്ക് കിട്ടണം. ഈ നിൽക്കുന്ന കൂട്ടുകാരുടെ മുമ്പില് മോള് വലിയ സംഭവമായിരിക്കും. പക്ഷെ അത് എന്റെ അടുത്ത് ചെലവാവില്ല. ഒളിച്ച കളികളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ഇനിയെന്നും ഞാൻ നവീന്റെ കൂടെ ഉണ്ടാവും, നവീന്റെ പ്രിയപ്പെട്ടവളായിട്ട്.